ശംസിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ നാളുകളിലെല്ലാം നമ്മൾ ഈശോയുടെ പിറവിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് കൈവറക്കുന്നത്. ഞാനൊരു കൊച്ചു സംഭവം ഓർക്കുകയാണ്. ഒരു പള്ളിയില് ക്രിസ്മസിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഒരു ഡ്രാമ അരങ്ങേറുകയാണ്. ആ ഡ്രാമയില് അഭിനയിക്കാനായിട്ട് കുട്ടികളെ എല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോൾ ജോണിക്കുട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ആ നാടകത്തിൽ അവനൊരു റോള് വേണമെന്നുണ്ട്. പക്ഷെ അവനവർ തിരഞ്ഞെടുക്കാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവൻ കരഞ്ഞ് കണ്ണീരൊഴുക്കിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും അവസാനം അവന് ഒരു റോള് കൊടുത്തു. അവന്റെ റോള് സത്രം സൂക്ഷിപ്പുകാരന്റെ റോളായിരുന്നു. അപ്പോൾ ഗർഭിണിയായ മറിയത്തെ കൂട്ടി യൗസപിതാവ് കഴുതപ്പുറത്ത് വന്ന് ഇറങ്ങുന്നു. എന്നിട്ട് സത്രത്തിന്റെ വാതിൽക്കൽ വന്നിട്ട് മുട്ടുമ്പോൾ സത്രത്തിന്റെ വാതിൽ തുറന്ന് ജോണിക്കുട്ടി പുറത്തേക്ക് വരണം. വന്നിട്ട് പറയേണ്ട ഡയലോഗാണ് അവനെ പഠിപ്പിച്ചിട്ടുള്ളത്, സത്രത്തിൽ സ്ഥലമില്ല എന്ന്. ഇത് മാത്രമേ പറയുള്ളൂ. ആ ഡയലോഗെല്ലാം പഠിച്ച് ജോണിക്കുട്ടി വളരെ റെഡിയായിട്ട് വന്നിരിക്കാം. യൗസപിതാവും മറിയവും വന്നു. അവര് സത്രത്തിന്റെ വാതിൽക്കൽ മുട്ടി ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം തരുന്നതിന് വേണ്ടി ചോദിക്കുന്നു. ജോണിക്കുട്ടി പറഞ്ഞു, ഇല്ലില്ല, സത്രത്തില് സ്ഥലമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴ് ജോണിക്കുട്ടിയുടെ സ്വരമിടറി മറിയത്തിന്റെ മുഖത്തേക്ക് നോക്കി, യൗസപിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ജോണിക്കുട്ടി പറഞ്ഞു, സത്രത്തിൽ സ്ഥലമില്ലെന്നേ ഉള്ളൂ, എന്റെ വീട്ടിലേക്ക് പോരാ, അവിടെ സ്ഥലമുണ്ട്. എല്ലാവരും കൂട്ട കയ്യടി കൊടുത്തു. എല്ലാവരും വിചാരിച്ചു നാടകം പൊളിഞ്ഞു. പക്ഷേ ആ നാടകം വളരെ വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ടവരെ ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ യേശുവിന് വേണ്ടിയിട്ട് പുൽക്കൂട് ഒരുക്കാൻ സ്ഥലം അന്വേഷിക്കുന്നു, നക്ഷത്രം തൂക്കാൻ സ്ഥലം അന്വേഷിക്കുന്നു, അതുപോലെ വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ട്രീ അന്വേഷിക്കുന്നു. ഇതെല്ലാം നോക്കി നടക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലെ ഈശോയ്ക്ക് പിറക്കാനായിട്ട് ഇടമുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്റെ മുമ്പിലാണ് ഈ ക്രിസ്മസ് ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ണി ഈശോയ്ക്ക് നമ്മൾ പുൽക്കൂട് ഒരുക്കേണ്ടത്. അവിടെയാണ് ഉണ്ണി വന്ന് പിറക്കേണ്ടത്. അത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭവനമായിട്ട് മാറും. നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണിക്ക് പിറക്കാനുള്ള പുൽക്കൂടുകളാക്കി നമുക്ക് മാറ്റാനായിട്ട് പരിശ്രമിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതൊരു വലിയ ആഘോഷത്തിന്റെ അവസരമായി മാറട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു.